എല്ലാവർക്കും സുൽഫത്ത് ഗ്രീൻ ഡയറിയിലേക്ക് സ്വാഗതം. ഇതാണ് ലെറ്റ്യൂസ്. അപ്പൊ പോഷകങ്ങളുടെ ഒരു കലവറ തന്നെയാണ് ലെറ്റ്യൂസ്. അറബി നാടുകളിൽ കസ എന്നും വിളിക്കാറുണ്ട് ഈ ലെറ്റ്യൂസിനെ. അപ്പൊ ലെറ്റ്യൂസ് നമ്മൾ എന്തിനൊക്കെയാണ് ഉപയോഗിക്കണതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പച്ചക്ക് കഴിക്കാം, സലാഡായിട്ട് കഴിക്കാം, സൂപ്പ് ഉണ്ടാക്കി കഴിക്കാം, ജ്യൂസ് ആക്കി കഴിക്കാം, കറി വെച്ച് കഴിക്കാം, പിന്നെ കട്ട്ലേറ്റ്, ബർഗർ, സാൻഡ്വിച്ചിലൊക്കെ ഉപയോഗിക്കാം. അപ്പൊ ലെറ്റ്യൂസ് പലതരത്തിലുള്ള ലെറ്റ്യൂസുകൾ ഉണ്ട്. ഗ്രീൻ ലെറ്റ്യൂസ്, ഐസ്ബർഗ് ലെറ്റ്യൂസ്, ലോളോ ലെറ്റ്യൂസ്, റൊമൈൻ ലെറ്റ്യൂസ്, റോക്കറ്റ് ലെറ്റ്യൂസ്, അങ്ങനെ വിവിധ ഇനം ലെറ്റ്യൂസുകളൊക്കെ ഉണ്ട്. അപ്പൊ ഈ ലെറ്റ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ലോളോ ലെറ്റ്യൂസ് ആണ്. അപ്പൊ ഇതിന്റെ കളർ എന്ന് പറഞ്ഞാല് കണ്ട ഒരു റെഡ് കളറും പച്ച കളറും കൂടിയതാണ്. ഇത് ഐസ്ബർഗ് ലെറ്റ്യൂസ് ആണ്. കണ്ട ഇതിങ്ങനെ ചുരുളൻ ഇലകളൊക്കെ ഇട്ടിരിക്കണ ലെറ്റ്യൂസ് ആണ്. കണ്ട ഇതേപോലെയാണ് ലെറ്റ്യൂസ് ഇരിക്കണത്. നമ്മിപ്പോ ഇതെങ്ങനെയാ നട്ടേക്കണേന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് HDP ചട്ടിയിലാണ് നട്ടേക്കണ. കണ്ട HDP ചട്ടിയിൽ നമ്മൾ നേരിട്ട് പാകി കൊടുത്തേക്കണേണ്, തൈ പറിച്ചു വെച്ചതല്ല. അപ്പൊ നമ്മിപ്പോ അത് കണ്ട നമുക്ക് വിത്ത് കുറച്ച് ഒരു 50 വിത്ത് ഇട്ട് കൊടുത്താൽ മതി. കാരണം നമുക്ക് ഇത്രയും ചെടി വരെ നമുക്ക് ഒരു ചട്ടിയിൽ വളർത്താം. അതേപോലെ തന്നെയാണ് ഈ ലോളോ ലെറ്റ്യൂസും ചെയ്തത്. നമ്മ വിത്ത് ഇട്ട് കൊടുത്താണ്. ഇതിൽ കുറെ തൈകളുണ്ട്. കണ്ട നമുക്ക് ഇങ്ങനെ ആയാലും വളർത്തേണ്ടിട്ട് നമുക്ക് ഇലകള് കട്ട് ചെയ്ത് എടുക്കലാണല്ല. നമുക്ക് അടിയിന്ന് കട്ട് ചെയ്ത് എടുത്ത് നമുക്ക് പച്ചക്കൊക്കെ നമുക്ക് സലാഡായിട്ടൊക്കെ കഴിക്കാൻ പറ്റിയതാണല്ലോ. അപ്പൊ നമുക്ക് നേരിട്ട് അപ്പൊ ചാണകപ്പൊടിയും മണ്ണും പിന്നെ കൂടെ മിക്സ് ചെയ്ത ഇതിലാണ് നമ്മ പാകി കൊടുത്തത്. പിന്നെ ആദ്യം തണലത്ത് വെക്കണം. ഒരു 3-5 ദിവസം നമ്മ തണലത്ത് വെക്കണം. എന്നിട്ട് മുളച്ച് വന്ന ശേഷം നമ്മ അധികം വെള്ളം ഒഴിക്കാനൊന്നും പാടില്ല. വെള്ളം വളരെ കുറവ് ഒഴിക്കാൻ പാടുള്ളൂ. കാരണം ഇത് മുളച്ച് ഒന്നായി വരാനായിട്ട് നമ്മ പെട്ടെന്ന് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാല് ചെടി പെട്ടെന്ന് കേടായി പോകും. ഇത് മുളച്ച് വരുമ്പോ നമുക്കറിയാം ചെറിയ ഒരു നാര് പോലെയാണ് മുളച്ച് വരുന്നത്. അപ്പം അധികം വെള്ളം ഒഴിക്കാണ്ട് നമ്മ മുളച്ച് കഴിഞ്ഞു കഴിഞ്ഞാല് നമ്മ ഒരു 3-4 ദിവസം കഴിയുമ്പോൾ നല്ല ഒരുവിധം വെയിലത്തോട്ട് മാറ്റിക്കോളണം, അല്ലെങ്കിൽ ചെടി അഴുകിപ്പോവും. എന്നിട്ട് പിന്നെ നമുക്ക് അത്യാവശ്യം വെയിലുള്ളോട്ട് തന്നെ വെച്ച് വളർത്താൻ പറ്റിയതാണ്. പിന്നെ കണ്ട വലിയ പരിചരണങ്ങളുടെ ആവശ്യമൊന്നുമില്ല നമ്മുടെ നാട്ടിൽ. അപ്പൊ എല്ലാവരും ചോദിക്കും നമ്മുടെ നാട്ടിൽ ലെറ്റ്യൂസ് ഒക്കെ ഉണ്ടാകുമെന്ന്. പക്ഷെ നമ്മുടെ നാട്ടിൽ നല്ല രീതിയിൽ തന്നെ ലെറ്റ്യൂസ് നമുക്ക് വളർത്താൻ. കണ്ട നല്ല ഭംഗി അല്ലേ നോക്കിയാൽ കാണാനായിട്ട്. പിന്നെ മഴക്കാലത്ത് മഴ അധികം കൊള്ളാൻ പാടില്ല. മഴക്കാലത്ത് ഒന്നില് മഴമറയാണെങ്കിൽ നമുക്ക് വർഷം മുഴുവൻ കൃഷി ചെയ്യാട്ടോ. ലെറ്റ്യൂസ്, കെയിലും എല്ലാം നമുക്ക് വർഷം മുഴുവനും കൃഷി ചെയ്യാം. അപ്പൊ ഞാനിപ്പോ ഇത് കണ്ട കെയിലൊക്കെ വെച്ചേക്കണ കണ്ടില്ല. അപ്പൊ ഈ കെയിലൊക്കെ വെച്ചേക്കണേന്റെ അടുത്ത് തന്നെയാണ് ഈ ലെറ്റ്യൂസും വെച്ചേക്കണ. കണ്ട നമ്മുടെ നാട്ടിൽ നന്നായിട്ട് തന്നെ നമുക്ക് കെയിലൊക്കെ കൃഷി ചെയ്യണം. കാണാൻ തന്നെ എന്ത് ഭംഗിയാന്ന് നോക്കിയാൽ ചട്ടിയിൽ ഇരിക്കണ കാണാൻ തന്നെ നമുക്ക് ഒരു അലങ്കാര ചെടിയായിട്ട് തന്നെ നട്ട് വളർത്താം. പിന്നെ ഒരുപാട് പോഷകങ്ങളുടെ ഒരു കലവറ തന്നെയുള്ള ഈ കെയിലൊക്കെ. കണ്ട കെയിന്റെ ഇലകൾ നമുക്ക് ഇങ്ങനെ കണ്ട ഇത് ഇവിടെ നടീന്ന് നമുക്ക് കട്ട് ചെയ്ത് എടുക്കും തോറും ഇതേപോലെ വരും. കണ്ട ചട്ടിയിലൊക്കെ നിക്കണ കാണാൻ. അപ്പൊ നമ്മുടെ വീട്ടിലൊക്കെ കെയിലൊക്കെ നന്നായിട്ട് പിടിക്കും. അപ്പൊ എല്ലാരും ഇതൊക്കെ മേടിച്ച് വിത്തുകളൊക്കെ നമുക്ക് മേടിക്കാൻ കിട്ടും. നമുക്ക് വിത്തുകള് പാകി മുളപ്പിച്ചിട്ട് നമുക്ക് ഇതേപോലെ നട്ട് വളർത്താം. നമുക്ക് ഇത്രയും പോഷകങ്ങളായ ഇലക്കറികൾ വേറെ കിട്ടാനില്ല. കടയിൽ നിന്ന് നമുക്ക് മേടിക്കാൻ കിട്ടൂല. കാരണം കടയിൽ നിന്ന് മേടിക്കാൻ കിട്ടാത്ത ഇലക്കറികളാണ് ഇതൊക്കെ. ഇത് വീട്ടിൽ നട്ട് വളർത്തുക തന്നെ വേണം. നമുക്ക് വിത്തുകൾ മേടിക്കാൻ കിട്ടും. അപ്പൊ നമുക്ക് ഇതൊക്കെ കൃഷി ചെയ്യണ ഒരു സമയമാണ് നമുക്കിപ്പോ മഴ കഴിഞ്ഞാല് നമുക്ക് വിത്തിട്ട് കൊടുക്കാം. ഇപ്പൊ മഴമറയൊക്കെ ഇല്ലാത്തവർക്ക് മഴ കഴിഞ്ഞു കഴിഞ്ഞാല് ഒരു സെപ്റ്റംബർ മാസത്തോടെ വിത്തിട്ട് കൊടുത്താൽ നമുക്ക് ഒരു ഏപ്രില് മെയ് വരെ നമുക്ക് വിളവെടുത്തോണ്ടിരിക്കാം. അപ്പൊ ഇഷ്ടം പോലെ നമുക്ക് ലീഫ് കിട്ടിക്കൊണ്ടിരിക്കും. അടിയിന്ന് കട്ട് ചെയ്ത് എടുക്കും തോറും പുതിയ ലീഫ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പൊ ലെറ്റ്യൂസിന് എങ്ങനെയാണ് നനക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് ഇലകളിലൊന്നും വെള്ളം വീഴാത്ത രൂപത്തിൽ തടത്തിൽ മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. നമ്മൾ ഡെയിലി നനക്കണം. ഇപ്പൊ നല്ല ചൂട് കാലമൊക്കെ ഉള്ള ഡെയിലി നനച്ചു കൊടുക്കണം. പിന്നെ ലെറ്റ്യൂസിന്റെ വിത്തൊക്കെ പാകണ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അപ്പൊ പോഷകങ്ങളുടെ ഒരു കലവറ തന്നെയാണ് ഈ ലെറ്റ്യൂസ് എന്ന് പറഞ്ഞല്ലോ. ഒരുപാട് വൈറ്റമിനും അടങ്ങിയിട്ടുണ്ട്. വിറ്റാമിൻ A, C, K, E, B1, B2, B3, B5, B6, B9, പിന്നെ മെഗ്നീഷ്യം, പൊട്ടാസ്യം, കാൽസ്യം, അയൺ, മാംഗനീസ്, കോപ്പർ, ഫോസ്ഫറസ്, സിങ്ക് എന്നിവയൊക്കെ ധാരാളം അടങ്ങിയിട്ടുണ്ട് കേട്ടോ ലെറ്റ്യൂസിൽ. പിന്നെ ധാരാളം ഫൈബർ അടങ്ങിയിട്ടുണ്ട്. കൊഴുപ്പ് ഒട്ടും തന്നെ ഈ ലെറ്റ്യൂസിൽ. പിന്നെ ഒരുപാട് ആന്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ സ്ഥിരം കഴിക്കുന്നത് രോഗപ്രതിരോധ ശേഷിയൊക്കെ കൂട്ടാൻ നല്ലതാണ്. അതുകൂടാതെ നമ്മൾ സ്ഥിരമായിട്ട് കഴിക്കുന്നത് വെയിറ്റ് കുറക്കാൻ നല്ലതാണ്. പിന്നെ കണ്ണിന്റെ ആരോഗ്യത്തിന് നല്ലതാണ്, എല്ലിന്റെ ആരോഗ്യത്തിന് നല്ലതാണ്, ദഹന പ്രക്രിയ സുഗമമാക്കാൻ നല്ലതാണ്, തലമുടിയുടെ ആരോഗ്യത്തിന് നല്ലതാണ്, കരളിന്റെ ആരോഗ്യത്തിനും നല്ലതാണ്. അതുപോലെ തന്നെ ബ്ലഡ് പ്രഷർ, കൊളസ്ട്രോൾ ഒക്കെ നിയന്ത്രിച്ച് നിർത്താൻ നമുക്ക് സ്ഥിരം കഴിക്കണത് നല്ലതാണ്.
സ്ട്രെസ് ഉറക്കമില്ലായ്മക്കൊക്കെ നമുക്കിത് സ്ഥിരം കഴിക്കണത് നല്ലതാണ്. അപ്പൊ ഇത്രയേറെ ആരോഗ്യ ഗുണങ്ങളുള്ള ലെറ്റ്യൂസ് നമുക്ക് കടയിൽ നിന്ന് മേടിക്കാൻ കിട്ടാത്തതായതുകൊണ്ട് നമ്മൾ വീട്ടിൽ കൃഷി ചെയ്യാൻ തന്നെ വേണം. ലെറ്റ്യൂസിന്റെ വിത്ത് എന്ന് പറഞ്ഞാൽ ചെറിയൊരു വിത്താണ് കേട്ടാ. നമുക്കപ്പൊ ആ വിത്തൊക്കെ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായി മുമ്പത്തെ വീഡിയോയിലൊക്കെ. അപ്പൊ നമുക്ക് എളുപ്പം നമുക്ക് നട്ടു വളർത്താൻ പറ്റിയതാണ്. നമ്മുടെ നാട്ടില് ലെറ്റ്യൂസ് ഒക്കെ കൃഷി ചെയ്യാൻ പറ്റൂല എന്ന് പറയുന്നത് വെറുതെയാണ്. നമ്മുടെ നാട്ടില് ലെറ്റ്യൂസ് ഒക്കെ നല്ല രീതിയിൽ തന്നെ വളർത്താൻ കണ്ട. ഞാനിപ്പോ ഇത് വച്ചേക്കണേന്ന് പറഞ്ഞാൽ വീടിന്റെ സൈഡിലാ കണ്ട വച്ചേക്കണത്. ഈ സൈഡിൽ ഇതേപോലെ ലെറ്റ്യൂസ് കെയിലൊക്കെ ജർജീറൊക്കെ നട്ടിട്ടുണ്ട്. അപ്പൊ ചട്ടിയിലാക്കി വെച്ച് കഴിഞ്ഞാല് നല്ലൊരു അലങ്കാര ചെടിയുമാണ്. നമുക്ക് ഇത്ര പോഷക ഗുണങ്ങളുള്ള ഒരു ഇലക്കറി നമ്മുടെ വീട്ടിൽ സ്ഥിരമായിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം. അപ്പൊ എല്ലാവരും ലെറ്റ്യൂസിന്റെ വിത്തൊക്കെ പാകി മുളപ്പിച്ച് തൈകളൊക്കെ നടണം. ഈ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക.